നമസ്കാരം. നമ്മൾ സ്പിരിച്വൽ അനാറ്റമി സെഷനിൽ ഇന്ന് 7th പോയിന്റിലേക്ക് പരബ്രഹ്മാണ്ഡ മണ്ഡലിലേക്ക് ഉള്ള യാത്രയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. आज हम परब्रह्मांड मंडल 7th ചക്ര की യാത്ര शुरू कर रहे हैं. അപ്പോൾ നമ്മൾ 6th ചക്രയെക്കുറിച്ച് പറഞ്ഞു. ബ്രഹ്മാണ്ഡ മണ്ഡൽ जो അവിടുന്നാണ് പവറെല്ലാം പിണ്ടപ്രദേശത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത്. 6th ചക്ര जो आज्ञा चक्र है, उसमें से ही पिंड प्रदेश की तरफ, हार्ट रीजन की तरफ सब पावर्स डिस्ट्रीब्यूट होता है. और ये पावर्स कहाँ से आता है? ഈ പവറുകൾ എവിടെ നിന്നാണ് വരുന്നത്? ഈ പവറുകളെല്ലാം വരുന്നത് പരബ്രഹ്മാണ്ഡ മണ്ഡലിൽ നിന്നാണ്. पावर हाउस ആണ് परब्रह्मांड मंडल. परब्रह्मांड मंडल को पावर हाउस बोलते हैं. जो इस यूनिवर्स का सभी कंट्रोल इधर से ही होता है. ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാ കൺട്രോൾ പരബ്രഹ്മാണ്ഡ മണ്ഡലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മളതിനെ ആസ്ട്രൽ വേൾഡ് എന്ന് പറയും. ആസ്ട്രൽ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് പരബ്രഹ്മാണ്ഡ മണ്ഡലിൽ നിന്നാണ്. जो हमारे यूनिवर्स में जो भी होता है उसका डिसीजन मेकिंग परब्रह्मांड मंडल में होता है. कि यानी कि हमारा जो अस्तित्व है, हमें भौतिक अस्तित्व है, इसका सूक्ष्म रूप ആസ്ട്രൽ रूप പരബ്രഹ്മാണ്ഡ മണ്ഡൽ में है. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ആസ്ട്രലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പരബ്രഹ്മാണ്ഡ മണ്ഡലിലാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിന്തിക്കുമ്പോൾ ആലോചിച്ചു, ഒരു ചിന്തിക്കുകയാണ്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുക. പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പേ ചിന്തയുണ്ട്. ചിന്ത വരുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ, ആ ഐഡിയ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ചിന്തയാവുന്നത്. हमारे मन में एक चिंता आते हैं, उसके पहले उसके बारे में एक आइडिया होता है. आइडिया एक्सपैंड होते कि चिंता आती है. ഐഡിയ എന്ന് പറയുമ്പോൾ സാധ്യതയാണ്. മനസ്സിലായി? ഐഡിയ എന്ന് പറഞ്ഞാൽ സാധ്യത മാത്രം. हमारे मन में एक आइडिया आता है पर उसमें कोई रूप नहीं है, भाव नहीं है. ഒരു ഐഡിയ ഉണ്ട്, അതിന് രൂപമില്ല, ഭാവമില്ല. അത് സാധ്യതയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഒരു വീടുണ്ടാക്കണം, ഒരു ഐഡിയ. घर बनाना है, एक आइडिया आ गया. उसका रूप नहीं है, उसके बारे में कुछ चिंता ही नहीं, पर वो आइडिया आ गया है. പിന്നെ ഐഡിയനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. उस आइडिया के बारे में हम सोचते हैं, तब थॉट बाहर आता है, तभी उसका रूप बनता है. वो रूप बनने के पहले जो होता है उसको आइडिया बोलते हैं. ആസ്ട്രൽ, അതാണ് ആസ്ട്രൽ വേൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് വിരാട് രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിരാട് രൂപ് ദക്കാത്ത. അപ്പോൾ ഈ ലോകത്തിൽ നടന്ന കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്നാണ് ഭഗവാൻ പറയുന്നത്. भगवान अर्जुन को विराट स्वरूप दिखा के बोलते हैं कि जो जो बीता है और जो हो रहा है और होने की चांसेस है, ये अब देखिए. और भगवान വളരെ ക്ലിയറായിട്ട് പറയുന്നു, നടക്കാൻ പോകുന്ന സാധ്യതയുള്ളത് जो हो सकता है, पर जो फ्यूचर में है वो फिक्स नहीं है. വളരെ ക്ലിയറാണ്. അതുപോലെ തന്നെ ആവണമെന്നില്ല. ഇതുവരെ വന്നതൊക്കെ സംഭവിച്ചു. जो अब तक हुआ है सब हो गया, उसमें हम बदल नहीं सकते, पर जो होने वाला है वो बदल सकते हैं. അത് പോസിബിലിറ്റിയാണ്. അതിന് പോസിബിലിറ്റി, സാധ്യത എന്ന് പറയുന്നത് പോസിബിലിറ്റീസാണ്. അപ്പോൾ ആ സാധ്യതകളുടെ ലോകമാണ് പരബ്രഹ്മാണ്ഡ മണ്ഡൽ. പരബ്രഹ്മാണ്ഡ മണ്ഡലിൻ്റെ സ്ഥലം എവിടെയാണ്? അഗർ നമ്മളിങ്ങനെ സ്ഥലം വരയ്ക്കുകയാണെങ്കിൽ കണ്ണുകളുണ്ട്. ये दो आँखें हैं, उसके ऊपर जो ഐബ്രോ है, കണ്ണുകളുടെ മുള, ഐബ്രോൻ്റെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുകളിലാണ് ആജ്ഞാചക്ര. 0.6 है ये आज्ञाचक्र है. उसके बिल्कुल पीछे एक 8 के रूप में, इതാണ് 7th पॉइंट, बिल्कुल पीछे है और उससे भी बड़ा है. अതാണ് 7th पॉइंट. और इस परब्रह्मांड मंडल में जब हम प्रवेश करते हैं तब क्या होता है? എന്തായിരിക്കും പരബ്രഹ്മാണ്ഡ മണ്ഡലിൽ പ്രവേശിക്കുന്നത്? एकदम स्टिलनेस बोलते हैं, निश्चलता होती है, स्टिलनेस बोलता है. कि इतना स्टिलनेस है कि हमको जो जो यूनिवर्स में होता है उसके अंदर ऐसे पहचान होता है. നമ്മൾ അത്രയും സ്റ്റിൽനെസ് ഉണ്ട്. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കുന്നു. क्योंकि ये स्टिलनेस ऐसा नहीं कि मूवमेंट नहीं है. मैं एक उदाहरण देता हूँ. अब एक फ़ैन चलता है, फ़ैन रुकता है, मानो ഫാൻ നിൽക്കുകയാണ്. ഫാൻ നിൽക്കുമ്പോൾ അതിൻ്റെ പങ്കെ ദിക്തെ അല്ലേ, അതിൻ്റെ 4 ലീവ്സ് കാണാം. ഫാൻ കറങ്ങാൻ തുടങ്ങുമ്പോഴും അതിൻ്റെ വിങ്സ് കാണുന്നുണ്ട്. അബി भी पंखे दिखते हैं. एकदम इतना फास्ट चलता है कि पंखे भी नहीं दिखते അല്ലേ. ഭയങ്കര സ്പീഡ് അതിൻ്റെ വീൽസ് കാണില്ല.
ऐसे महसूस होता कि वो स्टिल है, दिखता चलन नहीं है അല്ലേ. ഭയങ്കര സ്പീഡിൽ ഓടുമ്പോൾ കറങ്ങുന്നില്ല എന്ന് തോന്നും. വേറൊരു ഉദാഹരണം പറയാം. നമുക്കൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് കാസർഗോഡ് പോകണമെന്ന് ചോദിക്കുക, കുറച്ച് സമയം എടുക്കും, അരമണിക്കൂർ എടുക്കും. इधर से कासरगोड जाना है तो मुझे घंटा आधा घंटा लगेगा. पर अगर बिजली लाइट इधर से एक स्विच डालो तो कासरगोड में लाइट तुरंत होता है अല്ലേ. ഇവിടെ ഒരു സ്വിച്ച് ഇട്ടാൽ കാസർഗോഡല്ല ഈ ഏരിയ മൊത്തം എത്രയാണ് ലൈറ്റിൻ്റെ സ്പീഡ്. ലൈറ്റ് का വേഗത कितनी है 3 लाख मीटर पर सेकंड. 3 लाख मीटर पर सेकंड है लाइट की वेगता. यानी कि एक सेकंड में 3 लाख मील तक वो एकदम जम जाता है. इधर एक लाइट का रश्मि तो वो 3 लाख मील तक किलोमीटर तक एक मिनट आ निमिष തന്നെ ഉണ്ട്. അതിനേക്കാളും സ്പീഡ് ആലോചിച്ചു. अगर उससे भी ऐसे വേഗത ज़्यादा है, കൂടി 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 വേഗത ഉണ്ടാകുമ്പോൾ യൂണിവേഴ്സ് മുഴുവൻ ഒരേ സമയത്ത് പ്രസൻറ്റ് ആവുന്നൊരു സ്പീഡ് ആലോചിച്ചു. ऐसी एक वेगता है जब सारे യൂണിവേഴ്സ് में एकदम പ്രസൻറ്റ് है. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ഏറ്റവും വേഗത. അപ്പോൾ എല്ലാവർക്കും പ്രസൻസ്, ഈശ്വരൻ എന്ന് പറയും, ഗോഡ് പ്രസൻറ്റ് ഓൾവേസ്. ഭഗവാൻ को ऐसे बोलते हैं कि सभी जगह में सभी तरफ प्रसेंट है. അപ്പോൾ ആ ഒരു फील നമുക്ക് परब्रह्मांड मंडल में आता है. ये फील उतना नहीं है, उतना फील आता है कैसे होगा ये भगवान, वो फील हमको आने लगता है. मुझमें वो फ्लो आता है. ആ പൂർണ്ണമായിട്ടുള്ള ഫ്ലോ मेरे अंदर से जाने लगता है. എൻ്റെ ഉള്ളിൽ കൂടെ യൂണിവേഴ്സിലേക്ക് ഫ്ലോ വരുന്നു. अब जो भी यूनिवर्स में दिखता है वो बनने के पहले उसका आइडिया मेरे मन में आता है. യൂണിവേഴ്സിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എൻ്റെ ഉള്ളിൽ ഐഡിയ വരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു തീരുമാനം എടുക്കുന്നു, എൻ്റെ ഉള്ളിലാണ് ഐഡിയ വരുന്നത്, എന്നിട്ടാണ് നടപ്പാക്കുന്നത്. मेरे घर में एक डिसीजन आता है, मेरे अंदर आइडिया आता है, उसके बाद प्रकट होता है. യൂണിവേഴ്സ് के बारे में सोचो कैसा होगा. യൂണിവേഴ്സ് പ്രപഞ്ചങ്ങളിൽ മുഴുവൻ എൻ്റെ ഉള്ളിലാണ് ആദ്യത്തെ ഫ്ലോ വരുന്നത്. അപ്പോൾ तब पता चलता है कि जब सूरज उधर ब्राइट होता है वह मेरे अंदर से आता है. जब प्लैनेट्स ग्रह ऐसे घूमता है वह मेरे अंदर से आता है. मेरे പ്രസൻസ് से ही वो सब घूमता है. എൻ്റെ പ്രസൻസ് കാരണം മാത്രമാണ് ഇതെല്ലാം നടക്കുന്നത് എന്നൊരു തോന്നലായിരുന്നു. ഭയങ്കര പവർഫുൾ. इतना पावर आता है कि ऐसे एक योगी को एक प्लैनेट को लेके दूसरे तरफ घुमा सकता है. ഒരു യൂണിവേഴ്സിറ്റി എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. കാരണം അയാളുടെ ഉള്ളിലാണ്. അയാൾ തീരുമാനിക്കും, ഉണർന്നുമ്പോൾ തീരും ये इधर नहीं चाहिए उधर होना चाहिए तो वो उधर हो जाएगा. ക്ലിയർ ആണോ പറയുന്നത്? ഐഡിയ കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നത്? ഇപ്പോൾ വിശ്വാമിത്രൻ്റെ കഥ കണ്ടു. വിശ്വാമിത്രൻ त्रिशंकु स्वर्ग ഉണ്ടാക്കി. विश्वामित्र ने त्रिशंकु स्वर्ग बनाया. त्रिशंकु माने एक राजा के लिए एक स्वर्ग बनाया उसने. അപ്പോൾ അത് ആ പ്രശ്നം ഈ ഒരു പവർ जब हमारे अंदर से फ्लो होता है कितना होगा, हमारा ईगो कितना बढ़ेगा. ഞാൻ ഭയങ്കര अहंभाव वരും, ഭയങ്കര ईगो, बहुत ईगो डेवलप होता है. इसीलिए इस जगह से ऊपर जाने के लिए हमको क्या होना चाहिए? हमको സറണ്ടർ होना चाहिए, ശരണാഗതി होना चाहिए. ഇവിടുന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശരണാഗതി ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവും? ഇത് ബ്ലോക്ക് हो जाता है. मैं हूँ भगवान, ഞാനെല്ലാം ചെയ്യും എന്നുള്ള ഒരു ഇത് വരും. एक फील होता है कि मैं ही हूँ सब. അപ്പോൾ അത്രയും പവേഴ്സ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഉയർന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. इतना पावर्स मेरे साथ है, मैं अपने आप नहीं हैंडल कर सकता, मुझे मेरे ऊपर से कंट्रोल आना चाहिए, नहीं तो मैं डेंजറസ് हो जाऊँगा, ഞാൻ ഭയങ്കര ഡേഞ്ചറസ് ആവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് ഫോളോ ആവും, അത് വിടാനുള്ള സാധ്യത. കാരണം അങ്ങനെയുള്ള ഒരു ആൾ യൂണിവേഴ്സിൽ നിൽക്കില്ല, അയാളുടെ പടി പോകും. ऐसे एक योगी अपने आप घमंड में आ जाता है तो वो गिरता है. അപ്പോൾ ഇവിടെ യോഗിക്ക് ഈ പവേഴ്സ് ഇത്രയും ഫ്ലോ വരുമ്പോൾ യോഗിക്ക് ഇത് കൺസ്ട്രക്റ്റീവ് പർപ്പസസിന് ഉപയോഗിക്കാൻ സാധിക്കും. अगर एक योगी परब्रह्मांड मंडल में आता है और ऊपर तक कनेक्टेड है, सरेंडर्ड है, तो वो योगी ये शक्ति अच्छी तरह यूज़ करता है, कंस्ट्रक्റ്റീവ് പർപ്പസ് യൂസ് कर सकता है. ഇപ്പോൾ നമ്മൾ സത്സംഗം നടത്തുന്നു, ഒരു ഉദാഹരണം പോലത്തെ സത്സംഗം നടക്കുകയാണ്. സത്സംഗം നടക്കുമ്പോൾ ട്രാൻസ്മിഷൻ പരബ്രഹ്മാണ്ഡ മണ്ഡലിൽ നിന്നാണ് വരുന്നതെന്ന് അറിയിച്ചു. പലപ്പോഴും പരബ്രഹ്മാണ്ഡ മണ്ഡലിൽ നിന്നാണ് सिटिंग रखा. कभी कभी परब्रह्मांड मंडल से आता है, कभी कभी उसके ऊपर से भी ट्रांसमिशन आता है. അപ്പോൾ ആ സമയത്ത് സ്നേഹത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. बहुत प्रेम से ऐसे सत्संग होता है, मास्टर का ट्रांसमिट आता है. ഓരോരുത്തരുടെ ഹൃദയത്തിലും ആ സ്നേഹം സ്പർശിക്കും. पावर्स का जब पावर्स है ना, सबकी पावर्स का पावर प्रेम है, वो प्रेम का प्रवाह होता है. ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് പ്രേമം പ്രവഹിക്കുന്നു. അപ്പോൾ അവരുടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നു. हमारे अंदर എന്താണ് ട്രാൻസ്ഫോർമേഷൻ? നമ്മുടെ ഉള്ളിൽ ക്ലീനിങ്, एक വ്യക്തി के अंदर जो क्लीनिंग होता है, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ശുദ്ധീകരണം. നമ്മൾ പുറമേ കാണുന്ന അഹംഭാവത്തിൻ്റെ പ്രകടനങ്ങളുടെ കാരണമൊക്കെ എൻ്റെ ഉള്ളിലുള്ള
ग्रॉसनेस കൊണ്ടാണ്. मैं जो बाहर करता हूँ घमंड से काम करता हूँ उसका कारण है मेरे अंदर सेल्फिशनेस है, स्वार्थता है. सो उधर क्लीनिंग होना चाहिए. അപ്പോൾ ക്ലീനിങ് നടക്കാനായിട്ടാണ് മാസ്റ്റർ ഇതിന് ഉപയോഗിക്കുന്നത്, കൺസ്ട്രക്റ്റീവ് പർപ്പസസ്. അഭ്യാസികളുടെ ഹൃദയത്തിൽ ഫ്ലോ प्यूरिफाई ചെയ്ത് वो अभ्यासी को अपना इंस्ट्रूमेंट बनाते हैं. अगर एक अभ्यासी सरेंडर्ड है वो पता ही नहीं होगा कि उसको परब्रह्मांड मंडल में पहुंच गया. अभ्यासी की परब्रह्मांड मंडल എത്തിയെന്ന് അറിയില്ല. क्योंकि അവർ ചെല്ലുന്നോർത്ത് പണി നടക്കുന്നു. ऐसे एक अभ्यासी जाता है, काम होता रहता है. जो होना है वो പ്രസൻറ്റ് हो जाता है. അപ്പോൾ നമ്മൾ ശരിക്കും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയൊരു അഭ്യാസി പ്രസൻ്റ് ആയിട്ടുള്ള സമൂഹം, ആ സമൂഹത്തിൽ ആ പ്രസൻസ് കൊണ്ട് തന്നെ അവിടെ മാറ്റങ്ങൾ വരും. അഭ്യാസി ഒന്നും ചെയ്തില്ല, അഭ്യാസി മെഡിറ്റേറ്റ് ചെയ്യുന്നു, ക്ലീനിങ് ചെയ്യുന്നു, നല്ല പെരുമാറ്റം ചെയ്യുന്നു, നല്ല ക്യാരക്ടർ കാണിക്കുന്നു, എപ്പോഴും സറണ്ടേർഡ് ആയിട്ടിരിക്കുന്നു. പക്ഷേ അടുത്തുള്ള ആൾക്കാർ മാറുന്നു, सोसाइटी मारूँ. एक अभ्यासी ऐसे ध्यान करता है, मास्टर का काम करता है, चुपचाप करते रहता है, और जब जब चांस होता है बात करता है, नहीं तो बात भी नहीं करता है, कोई इन्फोर्स नहीं करता है. ऐसा होता है कि सोसाइटी बदलने लगता है उसके प्रसेंस से. ഒരു പൂവിൻ്റെ സുഗന്ധം പോലെ, ഒരു പൂവ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സുഗന്ധം അതിന് ഇത് കൊടുക്കേണ്ട കാര്യമില്ല, എന്നെ വന്ന് മണക്കൂന്ന് പറയുമോ. कोई ऐसे पुष्प ने फूल नहीं बोलेगा कि मेरा सुगंध आओ आओ मैं सुगंध दूंगा, ऐसा नहीं बोलता है. അവിടെ ഇരിക്കുന്നു, സുഗന്ധം സ്പ്രെഡാവുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലേക്ക് പരബ്രഹ്മാണ്ഡ മണ്ഡലിൽ എത്തുമ്പോൾ ഒരാൾ ശരണാഗതിയിലെത്തും. एक शरणागत भाव में जो कोई होता है तो वो परब्रह्मांड मंडल में अच्छी तरह प्रवेश करता है. और उसके ऊपर अभी प्रपन्ना स्टेट जाना है, 8वां पॉइंट प्रपन्ना से उधर तक जा सकते हैं. नहीं तो ये ब्लॉक हो जाता है, ये 8th है, इसके बीच में ब्लॉक होता है. അതിനാണ് അവധൂത ഗതി, അവധൂത ഗതി എന്ന് പറയും. वो आगे नहीं जाता है और वो अपने अपने യൂണിവേഴ്സ് में काम करता है पर वो डेंजरस बन जाता है. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അവിടുന്ന് താഴേക്ക് വീഴും. യൂണിവേഴ്സിൽ जो यूनिवर्स के रिदम के बाहर जाता है वो नाश होता है, विनाश होता है, उसका विनाश होता है. शरणागत भाव में जो जाता है वो ऊपर जाता है. മനസ്സിലാവും ഞാൻ പറയുന്നത്, മനസ്സിലാവുണ്ടോ? പിന്നെ 7th പോയിൻ്റ് വേറൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പവേഴ്സുള്ള सेंटर परब्रह्मांड मंडल में इतना पावर्स है कि दुनिया में अगर डिस्ट्रक्शन चाहिए, अगर डिस्ट्रक्शन होना चाहिए वो परब्रह्मांड मंडल से होता है. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ക്ലിയർ ആക്കണം, ഡിസ്ട്രക്ഷൻ പരബ്രഹ്മാണ്ഡ മണ്ഡലിലാണ് തീരുമാനം വരുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് സുദർശന ചക്രം, ഭഗവാൻ का सुदर्शन चक्र. ये सुदर्शन चक्र परब्रह्मांड मंडल से आया है. നമ്മൾ ഭഗവാന്റെ ചെറുവിരലിലും അങ്ങനെ ചക്രം കറങ്ങുന്നു എന്നാണ് जो छोटे उंगली में ऐसा नहीं है. ചക്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിയണ ചക്രമല്ല. സുദർശനം എന്ന് പറഞ്ഞാൽ എന്താ? सुदर्शन मीन अच्छा दर्शन. दुनिया में अच्छा दर्शन लाना है, दुनिया में सभी में अच्छे चिंताएं लानी है. उसके लिए भगवान ने क्या किया? भगवान उधर से अपना शक्ति यूज़ करके यूनिवर्स में यूज़ किया. उस तरफ जो युद्ध की आवश्यकता थी, युद्ध के लिए इन्होंने वो सुदर्शन चक्र. पर भगवान डिस्ट्रक्शन नहीं करता है, भगवान विनाश नहीं कर. अगर हम बोलते हैं कि वो विनाश कर, विनाश नहीं करते. परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे. भगवान ने बोला है साधुओं का संरक्षण करने के लिए और अधर्मियों का विनाश करने के लिए. पर सच में ये विनाश नहीं, विनाश मीन उसका डिस्ट्रक्शन, वो कभी वापस नहीं आता. ये क्या करते भगवान, क्या करते? ऐसे बोलते कि तुम लोग इधर अब काम करने के लिए अच्छे नहीं है, दुनिया में काम नहीं करे, इसलिए मैं इधर से आपको निकालता हूँ, दूसरे दुनिया में चले जाता हूँ, उधर कोचिंग लेके वापस आ जाओ. നമ്മളിപ്പോൾ പഠിക്കാത്ത കുട്ടികൾ ക്ലാസ്സിലുണ്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? കുട്ടികളെ വേറെ ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നു ഇല്ലേ? अगर क्लास में कक्षा में अच्छी तरह कोई कुछ बच्चे पढ़ नहीं लेते तो टीचर्स क्या करते हैं? उनको दूसरा स्पेशल क्लास देते हैं, इस कक्षा से बाहर लेते हैं അല്ലേ? അതുമാതിരി അസുഖം വരുമ്പോൾ കോവിഡ് വന്നപ്പോൾ അസുഖം വന്ന പേഷ്യൻസിനെ क्वारंटाइन ചെയ്തു. कोविड आ गया तो क्वारंटाइन किया, क्योंकि इनको ट्रीटमेंट चाहिए और दूसरों को प्रॉब्लम नहीं होना चाहिए. രണ്ട് ഗുണമാണ് स्पेशल ट्रीटमेंट. अब ये जो डिस्ट्रक्शन होता है ये स्पेशल ट्रीटमेंट है. जो अधर्मी है वो इस दुनिया में रहने से, इतना स्वार्थी लोग इस दुनिया में रहने से कोई फ़ायदा नहीं. उनके लिए दूसरे दुनिया है जो स्वार्थ लोग में काम कर सकते हैं. അങ്ങനെ സ്വാർത്ഥന്മാരായിട്ട് പഠിക്കാത്ത കുട്ടികളെ പോലെ ജീവിക്കാൻ വേറെ ലോകമുണ്ട്. അപ്പോൾ ഭഗവാൻ അവിടെ നിർത്തിട്ട് അങ്ങോട്ട് മാറ്റി. ആരും എവിടെയും നശിക്കുന്നില്ല, ആരും മരിക്കുന്നില്ല, ആരും നഷ്ടപ്പെടുന്നില്ല. भगवान ही बोलते हैं कोई मरता नहीं है, सभी समय है ही है, और आत्माओं की यात्रा ऐसे ब्लॉक नहीं होता. पर ये काम कौन कर सकता है?
ये भगवान ही कर सकता है, अवतार ही कर सकता है, हम लोग विनाश नहीं कर सकते. നമ്മൾ ഈ ഒരു ശ്ലോകം എടുത്തിട്ട് നമ്മൾ വിനാശം ചെയ്യാൻ പറ്റില്ല. പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ശ്ലോകം കാണിച്ചിട്ട് ഹീറോ ജാക്കി സഭിക്കോ മാർ ഡാൽത്താ ഹൈ, അങ്ങനത്തെ സിനിമകളുണ്ട്. ഹീറോ വന്നിട്ട് പരിത്രാണായ സാധുവിന വിനാശായ ദുഷ്കർമ്മ കുറേ ആൾക്കാരെ കൊന്നെടുക്കുന്നു. ഈ അമാരെ കാംക്കനയ്യ, നമ്മുടെ കർമ്മമില്ല, അതിന് അവതാരം ആണ് ചെയ്യുന്നത്. डिस्ट्रक्शन എന്ന് പറയുന്നത് ഈശ്വരൻ. उनको ही पता है कि वो दूसरे कक्षा में डाल दे, हमको नहीं पता है. अब हमारे काम में यही है कि जो मास्टर बोलते हैं वो करो. മാസ്റ്റർ എന്ത് ജോലിയാണ് നമുക്ക് തരുന്നത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ ഭക്തന്മാരുടെ കഥ ആലോചിച്ച് നോക്കാം. ഭക്തന്മാർ, ഹനുമാൻ ഇതിൻ്റെ മുകളിലാണ്. പക്ഷെ ഹനുമാൻ്റെ ഒരു ഉദാഹരണം എടുക്കാം. ഹനുമാനെ ലങ്കാക്കോ ജലാ ദിയ ക്യോങ്കി ഭഗവാനെ बोला था, वो अपने अपने किया. എന്താണോ ഭഗവാൻ പറയുന്നത് അത് ചെയ്യും. അതാണ് ഈ പരിബ്രഹ്മാണ്ഡ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്വഭാവമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ, നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ശ്രമം, एक जगह में जाके मैं बोलता मैं सभी को ठीक कर दूंगा, ऐसा हम नहीं कर सकते. हमारा एक ही काम है, अपने आप को सुधारो, ध्यान करो, क्लियर करो और प्रोग्राम जो हार्टफुलनेस प्रोग्राम से प्रेजेंट करो अच्छी तरह और प्रायर में बैठो. तो जो होना है मास्टर करेंगे, हमसे होगा, നമ്മളിലൂടെ സംഭവിക്കും. അപ്പോൾ നമ്മളിൽ പലരും പരബ്രഹ്മാണ്ड मंडल എത്തിയിട്ടുണ്ടാവും. हमारे में बहुत लोग अब പരിബ്രഹ്മാണ്ड मंडल में पहुँच ही गए होंगे, हमको पता नहीं चलेगा, നമുക്ക് അറിയില്ല, കാര്യം മാസ്റ്റർ അത് ബ്ലോക്ക് ചെയ്യും. ആ അറിവ് നമുക്ക് അപകടമായതുകൊണ്ട് നമ്മൾ പണിയെടുക്കാനായി वो काम करते रहते. हम हमारे रीजन्स के चक्रों के बारे में सोचो नहीं, खाली നമ്മൾ ആലോചിക്കേണ്ട ഞാൻ പരബ്രഹ്മാണ്ഡ മണ്ഡലിലാണോ എവിടെയാണോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. हम डायरी में लिखो ऐसा अनुभव हुआ है, हमारे में इतना शांतता स्टिलनेस अनुभव होता है कि मैं सभी के फीलिंग्स को परख रहा हूँ, पहचान रहा हूँ. तो सोचो कि मैंने പരബ്രഹ്മാണ്ഡ മണ്ഡൽ में ടച്ച് किया है. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിച്ചു നമ്മൾ എത്തുമ്പോഴേക്കും ഇരിക്കുമ്പോഴേക്കും മറ്റേ ഫീലിംഗ് നമുക്ക് മനസ്സിലാവുകയാണ്, അയാൾക്ക് വിഷമാണ്, എനിക്ക് മനസ്സിലാവുകയാണ്. തബ് പത്താ ചലക്കി നമുക്ക് പരബ്രഹ്മാണ്ഡ മണ്ഡലിൽ ഒരു ടച്ച് എത്തിയതല്ല, അവിടെ ഒരു അപ്രോച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഈ ഇസ്കി സൂചനയായ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പരബ്രഹ്മാണ്ഡ മണ്ഡലിലെ ഫസ്റ്റ് സെഷൻ നമുക്ക് നിർക്കാം. പരബ്രഹ്മാണ്ഡ മണ്ഡലിൻ്റെ ക്വാളിറ്റീസ് സെക്കൻഡ് ചക്ര മാതിരി തന്നെയാണ്. സെക്കൻഡ് ചക്ര की जैसा ही है പരിബ്രഹ്മാണ്ഡ മണ്ഡൽ. സെക്കൻഡ് ചക്ര माने आत्मा चक्र, राइट साइड ऑफ चेस्ट लोअर पार्ट. उसका क्वालिटी सेंटर में ईतर है, आत्मा पॉइंट सेंटर में ईतर है. 12 o'clock पोजिशन में अग्नि है, फायर. 3 o'clock पोजिशन में है वाटर. 6 o'clock पोजिशन में है एयर, वायु. और 9 o'clock पोजिशन में है अर्थ, भूमि. यह है सेवन्थ चक्र का. जैसे ही सेकंड पॉइंट का वैसा ही इसका ईतर है. उसका क्वालिटी है स्टिलनेस, निश्चलता, शांति, परम शांति. और उसमें हमको लाना है ह्यूमिलिटी, विनय और समर्पण भाव हमको लाना है. ऐसे ही हम आगे जाएंगे. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ സെവൻത്ത് ചക്രയുടെ सेंटर में ध्यान करेंगे. सब मेन एलिमेंट ईथर एलिमेंट उसमें ध्यान करेंगे. हम कैसे करेंगे कि सेकंड पॉइंट में ध्यान करेंगे और हमारा अटेंशन सेवन्थ पॉइंट की तरफ लाएंगे. सेवन्थ पॉइंट മനസ്സിലായില്ലേ ഇതർ. അപ്പോൾ നമ്മൾ സെക്കൻഡ് പോയിന്റിൽ മെഡിറ്റേറ്റ് ചെയ്യും. ശ്രദ്ധ ഇവിടെ, അത് നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെ ശ്രദ്ധ എന്നുള്ളത്. कैसा हम ऑफिस में बैठे काम कर रहे हैं पर बाहर हमारी श्रद्धा है, बाहर क्या हो रहा है वो श्रद्धा, इसको ही अटेंशन बोलते हैं. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടേക്ക് നോക്കും. ठीक है. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റിൽ, ഓൾവേസ് ഹാർട്ട് ചക്രയിൽ മെഡിറ്റേഷൻ ചെയ്യും. എന്നിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും സെക്കൻഡ് ചക്രയിൽ, ഇധർ से ഷിഫ്റ്റ് करेंगे. എന്നിട്ട് ശ്രദ്ധ സെവൻത്ത് പോയിന്റിൻ്റെ സെൻറ്റർ ഈതർ എലിമെൻറ്റിൻ്റെ ക്വാളിറ്റീസായിട്ട് നമ്മൾ ഇന്ന് റെസണേറ്റ് ചെയ്യും. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. आँख बंद करके शांत होके बैठिए. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. उस दिव्य प्रकाश में ध्यान शुरू कीजिए. നമ്മൾ ഫസ്റ്റ് പോയിന്റിലാണ് ധ്യാനം തുടങ്ങുന്നത്.
ഫസ്റ്റ് പോയിന്റ് में हम चालू करेंगे. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. പതുക്കെ ശ്രദ്ധ സെക്കൻഡ് പോയിൻറ്റിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരൂ. धीमे से अपना अटेंशन सेकंड पॉइंट की तरफ लाइए. सेकंड पॉइंट ചെസ്റ്റിൻ്റെ റൈറ്റ് സൈഡ് താഴെ. सेकंड पॉइंट छाती के राइट साइड में लोअर पार्ट में है. सेकंड पॉइंट में ध्यान शुरू कीजिए और सेवेंथ पॉइंट की तरफ अपना अटेंशन लाइए. सेवेंथ पॉइंटिലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ആദ്യം ക്ലീനിങ് ആണ്. സെക്കൻഡ് പോയിന്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സെവൻത്ത് പോയിന്റിലേക്ക് ശ്രദ്ധിക്കൂ. ശുദ്ധീകരണം, സഫായി കർണേ ഹൈ. ആദ്യം തേർഡ് പോയിന്റ് അഗ്നിചക്ര. അവിടെ 9 o'clock പൊസിഷനിലാണ് ഈതർ എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നത് അനുഭവിക്കും. पहले थर्ड पॉइंट में 9 o'clock पोजीशन, उधर सफाई हो रही है. ഇനി ഫോർത്ത് പോയിന്റ് ജലചക്ര. അവിടെ 6 o'clock പൊസിഷനിലാണ് ഈഥർ എലിമെൻറ്റ്. फोर्थ पॉइंट जल चक्र है, उधर 6 o'clock पोजीशन में ईथर एलिमेंट है, उधर सफाई हो रही है. ഇനി ഫിഫ്ത്ത് പോയിന്റ് കഴുത്തിൻ്റെ താഴെ ഭാഗം. ഫിഫ്ത്ത് പോയിന്റ് गर्दन के लोअर पार्ट में है. അവിടെ 12 o'clock പൊസിഷൻ 3 o'clock പൊസിഷനിലാണ് ईथर एलिमेंट. उधर 3 o'clock पोजीशन में ईथर एलिमेंट है, उधर सफाई हो रही है. ഇനി ഫസ്റ്റ് പോയിന്റിലേക്ക് വരൂ. ഫസ്റ്റ് പോയിന്റിൽ എർത്ത് പോയിൻ്റാണ്. അവിടെ 12th പോയിൻ്റാണ്. 12 o'clockലാണ് ईथर एलिमेंट. फर्स्ट पॉइंट के 12 o'clock पोजीशन में ईथर एलिमेंट है, उधर सफाई हो रही है. तो क्लीनिंग कंप्लीट आई, सफाई पूरा हो गया है. തിരിച്ച് സെക്കൻഡ് പോയിൻറ്റിൻ്റെ സെൻറ്ററിലേക്ക് വരൂ. वापस सेकंड पॉइंट आत्मा चक्र के सेंटर में आ जाइए. നമ്മളിന്ന് 7th പോയിൻ്റ് അതിൻ്റെ ഈഥർ എലിമെൻറ്റാണ് നമ്മളിന്ന് ഹാർമണൈസ് ചെയ്യുന്നത്. आज हम 7th पॉइंट के सेंटर ईथर एलिमेंट का हार्मोनाइज कर रहे हैं. അതിൻ്റെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഹാർമണൈസ് ചെയ്യണം. സെക്കൻഡ് പോയിൻ്റ് സെൻറ്ററിൽ
ഈതർ എലിമെൻ്റാണ്. ശ്രദ്ധ 7th पॉइंट കൊണ്ടുവരൂ. 2nd पॉइंट के सेंटर ईथर एलिमेंट है, उधर ध्यान शुरू कीजिए और श्रद्धा अटेंशन 7th पॉइंट की तरफ लाइए. ഈതർ എലിമെൻറ്റിൻ്റെ ക്വാളിറ്റീസ് ആയിട്ടുള്ള ശാന്തത അതിൻ്റെ ആ സൂക്ഷ്മ രൂപത്തിൽ നിശ്ചലത, സൈലൻസിലേക്ക്, സ്റ്റിൽനെസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. अंदर की जो हृदय की निश्चलता है उस क्वालिटी पर हमारा ध्यान करना है. അതേസമയം തന്നെ പൂർണ്ണമായിട്ടുള്ള ശരണാഗത ഭാവത്തിൽ വിനയത്തോടു കൂടിയിട്ട് पूर्ण रूप से विनयान्वित होके शरणागत भाव में ये क्वालिटी, ये स्टिलनेस मुझमें ഹാർമണൈസ് हो रहा है. ഈ ക്വാളിറ്റി എന്നിൽ ഹാർമണൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. മാസ്റ്ററുടെ അനുഗ്രഹത്തോടെ ലഭിച്ചിട്ടുള്ള ക്വാളിറ്റി മാസ്റ്ററുടെ സേവനത്തിനായി ഉപയുക്തമാകും. मास्टर की कृपा से जो क्वालिटीज आज हाजिर हुआ है मास्टर की ही सेवा में उपयुक्त होगा. ഈ ഒരു സങ്കല്പത്തിൽ മെല്ലെ കണ്ണുകൾ തുറക്കൂ. ऐसा एक संकल्प लेते हुए धीमे से आँख खोलिए.